ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ചന്ദ്രമതി ബാമയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ബാമയാണല്ലോ നമ്മുടെ ശ്രുതിയെ പരിചയപ്പെടുത്തി കൊടുത്തത്, ബാമ കാരനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ബാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണേ. എന്നാൽ ബാമയാണെങ്കിൽ തിരിച്ച് ഒട്ടും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അവളെ പരിചയപ്പെടുത്തി തന്നു, അതിൽ സത്യം തന്നെയാണ്. അതിനുശേഷം അവള് മലേഷ്യക്കാരിയാണ്, പണക്കാരിയാണ് എന്നുള്ള കാര്യമൊക്കെ നീ ചോദിച്ചറിഞ്ഞ കാര്യമാണ്. ഇതിൽ എനിക്കൊരു പങ്കുമില്ല. ഞാനൊരിക്കലും ശ്രുതിയെ അവക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ കൈയൊഴിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചന്ദ്രയുടെ പണത്തിനോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിനക്ക് പണത്തിനോട് ആർത്തിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് ശ്രുതി ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ കയറി പറ്റിയെന്നൊക്കെ ബാമ പറയുന്നുണ്ട്. ശ്രുതിയെ എന്തിനാണ് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയെന്നുള്ള കാര്യം ബാമ ചോദിക്കുകയാണ് കേട്ടോ. കാരണം അത് തെറ്റാണല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ ഇത്രയും കള്ളങ്ങളൊക്കെ പറഞ്ഞ അവളെ ഞാൻ വീട്ടിൽ വീണ്ടും നിർത്തണമായിരുന്നോ, എന്നിട്ട് എന്റെ മകന്റെ കൂടെ അവളെ കുടുംബം നടത്തി പോവാൻ വേണ്ടി പറയണമായിരുന്നു എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുവാണേ. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്തതാണ് തെറ്റെന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രവിയേട്ടൻ. അത് മാത്രമല്ല, സുധീരുടെ അടുത്ത് ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവള് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. ആഹാ, ഇത് കൊള്ളാലോ ചന്ദ്രേ. പണ്ടൊക്കെ നീ എപ്പോഴും പറയായിരുന്നു രേവതി വീട്ടിലുണ്ടാവാൻ വേണ്ടി പാടില്ല, രേവതി പോയാൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന്. എന്നാൽ ഇപ്പോ ശ്രുതി വീട്ടിലേക്ക് വരാൻ വേണ്ടി പാടില്ല എന്ന് നീ പറഞ്ഞു. ഓരോന്ന് മാറി മറിയുന്നത് കണ്ടില്ലേ? നീ എന്തിനാ ഇപ്പൊ വലിയ ജ്ഞാനിയെ പോലെയൊക്കെ സംസാരിക്കുന്നത്? ബാബയുടെ സംസാരം കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ടേ. ഞാന് ഉള്ളതല്ലേ ചന്ദ്രേ പറഞ്ഞത്. ഇപ്പൊ എന്തായി? രവിയേട്ടൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും പണക്കാരിയല്ല, നീ കൂട്ടിക്കൊണ്ടു വന്ന ശ്രുതിയും പണക്കാരിയല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ശ്രീകാന്ത് തേടി പിടിച്ച പെണ്ണ് മാത്രമാണ് പണക്കാരി. ഇപ്പോ ഏത് ആ പണക്കാരത്തിന്റെ അഹങ്കാരമുള്ളവളോ? അവള് എനിക്ക് ഒരു മര്യാദയും തരില്ല. ആകെ മൊത്തം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. പോരാത്തതിന് ആ പാർലർക്കാരി എന്നെ മണ്ടിയാക്കുകയും ചെയ്തു. ശരി, എന്തായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. നീ വന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് ചന്ദ്രയെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നുണ്ടേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റിയ ഒരു മോഡലൊന്നും അല്ല ഞാനിപ്പോ. ഇനിയിപ്പോ ചന്ദ്രയെ അടുത്തതായിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആദ്യം എന്റെ ദേഷ്യം ഒന്ന് കുറയട്ടെ, എന്റെ വയറെല്ലാം കത്തി എരിയാണെന്ന് പറയുകയാണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് തണുത്ത വെള്ളം എടുക്കട്ടെ ചന്ദ്രേ. ഇന്നലെ വൈകുന്നേരം വെച്ചതാണെന്ന് പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്രയെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. ആ ശരി ശരി, നീ ഇപ്പൊ ദേഷ്യത്തിലുള്ളത്, കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ബാബ അവിടുന്ന് മാറുന്നുണ്ട്. കേട്ടോ കാണിക്കുന്നത്. സച്ചിയുടെ അടുത്ത് രേവതി വന്ന് പറയുന്നുണ്ട്, ഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ട്, സച്ചിയേട്ടന് ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കുവാണേ. എനിക്ക് ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. നമ്മള് ഈ സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ സച്ചേട്ടാ? ഇപ്പൊ വീട് മൊത്തത്തിൽ ശാന്തമായതുപോലെ ആയി എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് രേവതി ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അതേ സമയം തന്നെ രേവതിയുടെ ഫോണിലേക്കും കോള് വരുന്നുണ്ട്. സച്ചിയെ വിളിച്ചത് ശ്രീകാന്തും രേവതിയെ വിളിച്ചത് വർഷയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും എന്താ തനിയെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്? ഇതെന്തിനാണ് മാറി മാറി രണ്ടുപേരും വിളിക്കുന്നത്? എനിക്ക് തോന്നുന്നു രണ്ടുപേരും അടിയുണ്ടാക്കി എന്നുള്ള കാര്യം തോന്നുന്നത്. ഇനിയിപ്പോ സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ രണ്ടുപേരെയും മാറി മാറി വിളിക്കുകയായിരിക്കും. നമ്മള് രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും രേവതി ആണെങ്കിൽ ആദ്യം സച്ചിയേട്ട ഫോൺ എടുക്ക്. സച്ചി ഇങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട്. അതേസമയം തന്നെ രേവതി എടുക്കുന്നുണ്ട്. സച്ചി ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ എവിടെയാണെന്ന്. ഞങ്ങള് റിസോർട്ടിലാണ്, സച്ചിയേട്ടൻ എവിടെയാ? വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് രേവതി വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സുഖമായിട്ട് ഇരിക്കുന്നോ എന്ന്. ഞങ്ങൾ ഇവിടെ ജോലിയായിട്ട് ഇരിക്കുകയാണ് ചേച്ചി. അവിടെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മൊത്തത്തില് പ്രശ്നമാണ്. പ്രശ്നമോ എന്ന് ചോദിക്കുകയാണ്. കാരണം അവര് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. മാരേജ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ടല്ലേ പോയത്. പിന്നെന്താ ചേച്ചി പ്രശ്നം? ആരാണ് പ്രോബ്ലത്തിന്റെ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിയാണെന്ന് പറയാണേ. അതേസമയം തന്നെ ശ്രീകാന്ത് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ശ്രുതി ചേച്ചി കാരണം പ്രശ്നമെന്ന്. ആ പൗഡർ എടുത്തി ഉണ്ടല്ലോ, അവള് ഓരോരോ വില്ലങ്കം പിടിച്ച പണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷം കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് പൗഡർ എടുത്തിയുടെ മലേഷ്യ ഇളയച്ചിനെ കണ്ടു. അയാൾ എന്തിനാ അവിടെ വന്നതെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അത് കല്യാണ ചെക്കന്റെ അമ്മാവനാണ്. അതേസമയം വർഷ നമ്മുടെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി പറയുന്നത്? അപ്പോ അയാള് ശ്രുതി ചേച്ചിയുടെ ഇളയച്ചനല്ലേ? അല്ല വർഷേ, അത് ഇളയച്ചനും അല്ല, മലേഷ്യയിൽ നിന്ന് വന്നതുമല്ല, എല്ലാം കള്ളമാണ്. സച്ചി ഇതേ കാര്യം തന്നെ ശ്രീകാന്തിന്റെ അടുത്ത് പറയുമ്പോ ശ്രീകാന്ത് ആണെങ്കിൽ തിരിച്ച് സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചുമ്മാ സച്ചിയേട്ടൻ കള്ളം പറയരുത് എന്ന്. ഞാൻ എന്തിനാണ് നിന്റെ അടുത്ത് കള്ളം പറയുന്നത്? പൗഡർ എടുത്ത് ചുറ്റിയ റീലെല്ലാം പൊളിഞ്ഞു, നടന്ന കാര്യം എന്താന്നുള്ള കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് സച്ചിയും അതുപോലെ വർഷയുടെ അടുത്ത് രേവതിയും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് ഷോക്കായിട്ട് നിൽക്കുവാണ്. വർഷ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് കേട്ടോ എന്ന്. ആ കേട്ടു. ശ്രുതി ചേച്ചി പറ്റിച്ച കാര്യങ്ങളെ കുറിച്ചല്ലേ? അതെ, എനിക്ക്
ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നീട് എന്താ രേവതി ചേച്ചി നടന്നത്? അതിന് മറുപടിയായിട്ട് സച്ചിയാണേ പറയുന്നത്, ഇത്രയും നാള് നമ്മളെ പറ്റിച്ചതല്ലേ, അമ്മ ചുമ്മാ വിടോ, അവളെ കുത്തിന് പിടിച്ച് പുറത്താക്കി എന്ന് പറയുവാണേ. സുധിയുമില്ല. അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ ബാമാന്റിന്റെ വീട്ടിലേക്ക് പോയി. സുധി വരുന്നു പോകുന്നു, ആകെ മൊത്തത്തില് പ്രശ്നമാണെന്ന് അറിയിക്കുകയാണ്. ശ്രുതി ചേച്ചി ഇങ്ങനെ ഒരിക്കലും ചെയ്യുന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല എന്ന് വർഷയും പറയുന്നുണ്ട്. എന്തായാലും കേട്ടിട്ട് വർഷയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ശ്രുതി ചേച്ചിന്റെ പിന്നാലെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നത്. സ്റ്റോറിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് വർഷ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ഒരുമിച്ച് പുറത്തു പോകുന്നത്, അത് കഴിഞ്ഞ് എൻജോയ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നാൽ മതി എന്ന് രേവതി പറയുന്നുണ്ട്. അതേസമയം ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ശ്രുതി ചേച്ചി ചെയ്തോ, ചേച്ചിക്ക് സത്യം നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുവാണെ. അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രുതിക്ക് നമ്മുടെ അമ്മ ശ്രുതിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമായിരുന്നോ? രണ്ടുപേരെടുത്തും എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാനാ പറയുന്നത് സച്ചിയും അതുപോലെ രേവതിയും. പക്ഷെ രണ്ടുപേരും ആണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ വേണമെന്ന് പറഞ്ഞിട്ട് അവര് ഉടനെ തന്നെ തിരികെ വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. വർഷം അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ അത് തന്നെയാണ് ശ്രീകാന്തും പറയുന്നത്. അവരെന്താന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. ഒരുപക്ഷെ ശ്രീകാന്ത് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ തിരികെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പൗഡർ എടുത്ത് ഇപ്പൊ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ സച്ചി ഇങ്ങനെ പറയുമ്പോഴേക്കും അവള് വേറെ എവിടെ പോവാനാ, ആ മീരയുടെ വീട്ടിലുണ്ടാകും. അത് ശരിയാണ്, പൗഡർ എടുത്തിയുടെ ക്ലോസ് ഫ്രണ്ട് അവളാണല്ലോ, തെറ്റ് ചെയ്തു. അവളുടെ പക്ഷത്തിലെ ന്യായം എന്താന്നുള്ള കാര്യം കേൾക്കണമായിരുന്നു. അവളുടെ പക്ഷത്ത് എന്ത് ന്യായമാണ് രേവതി? ഇത്രയും കള്ളൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് അഭിനയിച്ച് ചെയ്ത അവളുടെ പക്ഷത്ത് എന്ത് ന്യായമാണ്? അതൊക്കെ സച്ചിയേട്ട ശരി തന്നെയാണ്. അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം അവളുടെ പക്ഷം ഉണ്ടല്ലോ, അത് കേൾക്കണമായിരുന്നു. അത് നീ പറഞ്ഞത് ശരിയാണ്. അവൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം നമ്മളും കേൾക്കണമായിരുന്നു. അമ്മ കുറച്ച് എടുത്തു ചാടിയിട്ട് അവളെ പുറത്താക്കി. കുറച്ച് സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണമായിരുന്നു. അങ്ങനെ ഇപ്പൊ അവളെ പറയാൻ അനുവദിച്ചു കഴിഞ്ഞാലും അവള് തൽക്കാല ലക്ഷ്യതയ്ക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കഥ പറയും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവള് സുധീരുടെ അടുത്ത് സത്യങ്ങളെല്ലാം പറയണമായിരുന്നു. എന്നാ ഇപ്പോ അവനെയും കൂടി ചേർത്തിട്ടാണല്ലോ പറ്റിച്ചിരിക്കുന്നത്. അതെ, എന്തായാലും നിങ്ങളുടെ ഏട്ടൻ അത് ഭയങ്കര വിഷമായിട്ടുണ്ടാവും. കാരണം സ്വന്തം ഭാര്യ പറ്റിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ട് വന്നത്, അതുപോലെ ഇന്ന് രാവിലെ പോകുകയും ചെയ്തു നേരത്തെ. ഒരുപക്ഷെ ശ്രുതിയെ അന്വേഷിച്ച് പോയതായിരിക്കോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതിനൊരു സാധ്യതയില്ല. പൗഡർ എടുത്തി പറ്റിച്ച ആ വിഷമത്തിലായിരിക്കും അവനിപ്പോ. എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ ഏതെങ്കിലും ബാറിൽ ഇരുന്നിട്ട് അവൻ കുടിച്ചോണ്ടിരിക്കുകയായിരിക്കും എന്ന് സച്ചി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുധി ഒരു ബാറിൽ ഇരുന്നിട്ട് സുധിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, പാർക്കിലെ ഫ്രണ്ട്, ആനന്ദിനൊപ്പം ഇരുന്ന് കുടിച്ചോണ്ടിരിക്കുകയാണ്. ആനന്ദ് കുടിക്കുന്നില്ല, സുധിയാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. ഓൾറെഡി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആനന്ദ് സുധിയുടെ കുടി കാണുമ്പോൾ ഒന്ന് സമാധാനപരമായിട്ട് കുടിക്കടാ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ബ്രോ സമാധാനം കിട്ടുന്നത്? എന്റെ ഭാര്യ എന്നെ പറ്റിച്ചു എന്ന് പറയുവാണേ. അത് നീ ഓൾറെഡി പറഞ്ഞല്ലോ. എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ബ്രോ. ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ ചീത്ത വിളിക്കുന്നതാണ്. പക്ഷെ ഇപ്പോ അവള് എത്ര വലിയൊരു കള്ളമാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. വേണ്ടി പറ്റുന്നില്ല ബ്രോ, എന്നെ ഭാര്യ എന്നെ പറ്റിച്ചു എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോ ഇതെന്തിനെങ്ങനെ റെക്കോർഡ് ചെയ്ത പോലെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയണേ. ആൾക്കാരൊക്കെ നോക്കട്ടെ. എന്റെ ഭാര്യ വീണ്ടും എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെടലാണേ. മതി മതി നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് കൂടെ ഇരിക്കുന്ന ആള് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ പോകേണ്ടി വരുമെന്ന്. അത് മാത്രമല്ല, ആദ്യമായിട്ട് കുടിക്കുന്നവനും ബ്രേക്ക് ഇല്ലാത്ത കാറും ഒരുപോലെയാണെന്നുള്ള കാര്യം ഞാനും കേട്ടിട്ടുണ്ടെന്ന് ആനന്ദ് തിരിച്ചു പറയുന്നുണ്ട്. മതി, ഇതോടെ നിർത്താൻ വേണ്ടി ആനന്ദ് പറയുന്നുണ്ട്. പക്ഷെ സുധിയാണെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു ബ്രോ എന്ന് പറയുകയാണേ. അത് കേട്ടിട്ട് കൂടെയുള്ള എല്ലാവരും ചിരിക്കുന്നുണ്ട്. കൂടെയുള്ള മീൻസ് ബാറിൽ അപ്പുറത്തുപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ്. എല്ലാവരും ചിരിക്കുന്നത് കാണുമ്പോൾ ആനന്ദ് ഇങ്ങനെ സുധീരുടെ അടുത്ത് പറയണ, ബ്രോ അവരെല്ലാവരും ചിരിക്കുന്നുണ്ട്, വാ നമുക്ക് പോകാം എന്ന്. അവര് കാര്യം എന്താന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണ് ചിരിക്കുന്നത്. അവരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ അരികിൽ ചെന്നിട്ട് ശ്രുതി തന്നെ പറ്റിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുവാണേ. കള്ളം പറഞ്ഞു എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് ഞാനും ഇടയ്ക്ക് എന്റെ ഭാര്യയുടെ അടുത്ത് കള്ളം പറയാറുണ്ട്, ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ആ സമയത്ത് എന്നെ ചീത്ത വിളിക്കും. എന്നാൽ സത്യം ഞാൻ കുടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ അടിക്കുന്നു എന്ന് പറയുകയാണെ. ആണോ ബ്രോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതേടാ, അത് മാത്രമല്ല എന്റെ ഭാര്യയുടെ അച്ഛൻ കുടിക്കും, അതിന് പ്രശ്നമില്ല, ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ അവൾ എന്നെ ചീത്ത പറയും. അപ്പോ ഭാര്യമാരെല്ലാവരും കണക്കാണല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഭാര്യ എന്ന് പറയുന്ന സമയത്ത് എല്ലാം കണക്കാണ്. അങ്ങനെ ഭർത്താക്കന്മാരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നീ തന്നെ ഒരു ഗ്രൂപ്പ് ആരംഭിക്കാനൊക്കെ പറയുന്നുണ്ട്. ശ്രുതി പഠിച്ചവനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ആനന്ദ് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനിയും കുടിച്ചു കഴിഞ്ഞാൽ നീ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുവാണേ. ഏറ്റവും കേൾക്കാതെ കുറെ നേരം ഇരുന്ന് കുടിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ ആനന്ദ് പീഡിച്ച് വലിച്ച് അവിടുന്ന് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്റെ ഭാര്യ കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചു എന്ന് മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രേവതിയുടെ ഫോണിലേക്ക് ബാമ വിളിക്കുവാണേ. അവിടെ തന്നെ ബാമ ചോദിക്കുന്നത് നീ തനിച്ചല്ലേ എന്നുള്ള കാര്യമാണ്. ആന്റി അവിടെ അമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോ ഉണ്ട്, അവൾ ഭയങ്കര ദേഷ്യത്തിലാണ്. ശ്രുതി ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് ഭാമ പറയുമ്പോ, അതെ ആന്റി, ഞങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ. ചന്ദ്രയുടെ കാര്യം പിന്നെ പറയണ്ട, അവൾക്ക് ഇപ്പോഴും ശ്രുതി പറഞ്ഞ കാര്യങ്ങള് വിശ്വസിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവളെ പറ്റിച്ചല്ലോ എന്നുള്ളൊരു ഭാവത്ത് തന്നെയാണ് അവളുടെ ദേഷ്യം ഇതുവരെ അടങ്ങിയിട്ടില്ല. ശ്രുതിയെ കുറിച്ചിട്ട് പറഞ്ഞ് അവൾ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുവരെ അവളുടെ ദേഷ്യം അടങ്ങിയിട്ടില്ല. അമ്മ എന്തിനാണ് പിണങ്ങി അങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യമാണ് മനസ്സിലാവാത്തത്. അവള് ഒരിക്കലും ശ്രുതിയുടെ മുഖത്ത് നോക്കരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവക്ക് ശ്രുതിയോടുള്ള കലിപ്പ് കുറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട്. അല്ല, ശ്രുതി അങ്ങോട്ടേക്ക് തിരിച്ചു വന്നോ എന്നുള്ള കാര്യം ഭാമ ചോദിക്കുവാണേ. ഇല്ല, ഞാനും ശ്രുതിയെ വിളിച്ചു നോക്കി, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുവാണ്. അവൾ എന്തായാലും മീരയുടെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുന്ന രേവതി പറയുമ്പോ, അത് ശരിയാണ്, അവളല്ലാതെ അവൾക്ക് ഇവിടെ വേറെ ആരാണുള്ളത്? അവളുടെ അച്ഛനും അമ്മയും ആരും ഇല്ല എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല ആന്റിക്ക് ശ്രുതിയെ കുറിച്ച് മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുവാണേ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും അറിയായിരുന്നെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ഞാൻ മുമ്പേ പറയില്ലായിരുന്നോ? ഇന്നലെ തന്നെ വന്നിട്ട് എന്റെ അടുത്ത് കിടന്ന് തുള്ളുമായിരുന്നു. ഞാനല്ലേ ശ്രുതിയെ പരിചയപ്പെടുത്തി കൊടുത്തത്, ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട്. ഞാനെന്തോ ശ്രുതിയെ അവൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞ രീതിയിലൊക്കെയാണ് അവള് സംസാരിക്കുന്നത്. ഇപ്പൊ ആന്റി, എന്താണ് അമ്മയുടെ തീരുമാനം എന്ന് രേവതി ചോദിക്കുവാണേ. തിരിച്ച് വീട്ടിലേക്ക് വരുമോ എന്ന്. ഒന്നും അറിയില്ല രേവതി. എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴേക്കും അവള് ചാടി കടിക്കാൻ വേണ്ടിട്ട് വരുവാണ്. വീട്ടിൽ നിന്ന് പോകുന്ന കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ അവൾ എന്റെ അടുത്ത് പറഞ്ഞത്, ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്നാണ്. ഇനിയിപ്പോ ആന്റി എന്താ ചെയ്യാന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ, ആദ്യം അവളെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണം. നീ രവിയേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ട് അവളെ വിളിച്ചിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി പറ, എന്നിട്ട് തിരികെ വീട്ടിലേക്ക് വിളിക്കാനും. അതിനെക്കുറിച്ച് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ്. അച്ഛൻ ചോദിക്കുന്നത് എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ അവൾ ഇറങ്ങിപ്പോയത്? അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ, വേണമെങ്കിൽ തിരികെ വരട്ടെ എന്നാണ്. ഇപ്പൊ ചെറിയ പിള്ളേരെ അടിനേക്കാളും വലുതാണ് ഇവർ തമ്മിലുള്ള അടി. ആന്റി, അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. എവിടെ കഴിക്കാനാണ്? ഇന്നലെ രാത്രി ഞാൻ അത്രയും പറഞ്ഞിട്ടും അവൾ ഒന്നും കഴിച്ചില്ല. ഇപ്പൊ ഒരു കോഫി മാത്രമേ കുടിച്ചുള്ളൂ. വന്നത് മുതൽ പിച്ചും പയ്യും പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ശ്രുതിയെ വീണ്ടും മരുമകളായിട്ട് സ്വീകരിക്കുകയില്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത്രയ്ക്കും അവള് പറയുന്നുണ്ട്. ഇത് കേട്ട രേവതി പറയുന്നുണ്ട്, ശ്രുതി ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം അമ്മ കാരണം ചോദിക്കണമായിരുന്നു. അവളെ ഒന്നും പറയുവാൻ അനുവദിക്കാതെ അമ്മ പിടിച്ചിട്ട് അവളെ പുറത്താക്കി. അവൾ എന്റെ അടുത്ത് പറഞ്ഞു മുടി പിടിച്ചിട്ട് പുറത്താക്കി എന്നുള്ള കാര്യം. ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണില്ല. എന്തൊക്കെയാണെങ്കിലും രേവതി ഒരു കാര്യം ഉണ്ട് കേട്ടോ, ശ്രുതി പണക്കാരെ വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് നിന്നെ എപ്പോഴും മോശക്കാരിയായ രീതിയിലല്ലേ നടത്തുന്നത്. അത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരു വിധി കിട്ടിയത്. അതോടുകൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്